നോട്ട് ബി ആംഗ്രി, കോപമുള്ളവരായിട്ട് ഇരിക്കരുത്. അപ്പം നമുക്ക് ദേഷ്യം എന്നുള്ളൊരു സ്വഭാവം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. നമ്മൾ ചിലരത് എക്സ്പ്രസ് ചെയ്യും, ചിലർ എക്സ്പ്രസ് ചെയ്യത്തില്ല. എക്സ്പ്രസ് ചെയ്യുന്നവർ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യും. എക്സ്പ്രസ് ചെയ്യാതെ ഉള്ളിൽ വെക്കുന്നവർ അവർക്ക് തന്നെ അസുഖം വരുത്തും. അപ്പോൾ എങ്ങനെ പോയാലും അത് ശരിയല്ല. പക്ഷെ എല്ലാവർക്കും ഉണ്ട്. എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ ഒരിക്കലും ഇതിന് ഒരു വിടുതലില്ല. അപ്പം ഡു നോട്ട് ഗെറ്റ് ആംഗ്രി എന്ന് ദൈവമാണ് പറയുന്നതെങ്കിൽ ആ വാക്യങ്ങൾ നോക്കാം. മത്തായിയുടെ സുവിശേഷം 7:5 ഇങ്ങനെ പറയുന്നു: കപടഭക്തിക്കാര, മുൻപേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയുക, പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയാൻ വെടിപ്പായി കാണും. നമ്മൾ വളരെ സിമ്പിളായിട്ട് അങ്ങ് ചിന്തിച്ചു പോകും. നിൻ്റെ കണ്ണിൽ കോലിരിക്കുമ്പം മറ്റുള്ളവരുടെ കണ്ണിലെ പൊടി എന്തിനാ നീ നോക്കുന്നത്? അത് അങ്ങനെയല്ല ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഏത് ദിവസം അങ്ങനെയല്ല എഴുതി വെച്ചിരിക്കുന്നത്. വളരെ കറക്റ്റായിട്ട് കർത്താവ് പറയുന്നത്, കപടഭക്തിക്കാര, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോല എടുത്ത് കള. ഭക്തിക്കാരോടാണ് പറയുന്നത്, കേൾക്കണേ, നമ്മളൊക്കെ തന്നെയാണ്. കപടഭക്തിക്കാര, മുൻപേ സ്വന്തം കണ്ണിൽ നിന്ന് കോല എടുത്ത് കളയുക, പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളവാൻ വെടിപ്പായി കാണും. എങ്ങനെ കാണുന്ന? വെടിപ്പായിട്ട് കാണും. അഴുക്കായിട്ട് കാണുന്നല്ല, അവൻ്റെ കണ്ണിലൊരു ബലഹീനത, അത് വെടിപ്പോടെ കാണും. അതെടുത്ത് മാറ്റാനും എളുപ്പമാണ്. വലിയ കോലും വെച്ചോണ്ടാണ് നമ്മൾ നടക്കുന്നതെന്ന്. എന്താണ്? മറ്റുള്ളവരോട് ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ഓർക്കുന്നില്ല അവരേത് സാഹചര്യത്തിലാണ് അത് ദേഷ്യപ്പെട്ടതെന്ന്. ഒത്തിരി ദേഷ്യമുള്ള സ്വഭാവക്കാരെ അറിയാമെങ്കിൽ, അടുത്തറിയാമെങ്കിൽ വളരെ ശുദ്ധന്മാരവർ. ഒത്തിരി ദേഷ്യമുള്ള മനുഷ്യരോട് അല്പം ക്ഷമയോട് പെരുമാറാൻ നമുക്കറിഞ്ഞുകൂടാ. നമുക്കും ദേഷ്യം കാണും. പക്ഷെ നമ്മളിലുള്ള ദേഷ്യം നമ്മൾ വല്ലവരോടും പറഞ്ഞെന്നിരിക്കട്ടെ, പിന്നെ നമ്മളത് ഓർത്ത് എത്ര നാൾ വിഷമിക്കുന്നു. അയ്യോ, അത് പറയേണ്ടിയില്ലായിരുന്നു. അവർ ക്ഷമിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. അവർ ക്ഷമിച്ചില്ലേ നമുക്ക് ദുഃഖമാണ്. അവർ ക്ഷമിച്ചെന്നൊന്ന് പറഞ്ഞാൽ പോലും നമ്മൾ പിന്നെ ഓർക്കും, അയ്യോ അത് വേണ്ടായിരുന്നു എന്ന്. പക്ഷെ വായിൽ വരുന്നത് അങ്ങ് വിളിച്ചു പറയുന്നതിന് മുമ്പ് ഒരു ബ്രേക്ക് ഇടാൻ, പ്രോ ആക്റ്റീവ് എന്ന് പറയും. അത് പറയുന്നതിന് മുമ്പ് ഈ നാവിനൊരു കടിഞ്ഞാണിടണം. കടിഞ്ഞാണിട്ടില്ലെങ്കിൽ പ്രശ്നം നമുക്കാണ്. ദൈവം നിർബന്ധമായിട്ട് പറയുന്നു. അത് സഹോദരൻ്റെ കണ്ണിലെ ചെറിയ ഒരു കരടെടുക്കാൻ വേണ്ടി നീ അതിനു വേണ്ടി ശ്രമിക്കുമ്പം നിൻ്റെ കണ്ണിനകത്ത് വലിയ കോലായിരിക്കുന്നതെന്ന് കപടഭക്തിക്കാരാകുന്ന വിശ്വാസികളോട് ദൈവം സംസാരിക്കുകയാണ്. അപ്പോൾ ഫോർഗിവ്നെസ് of our sin is owing to God's mammoth mercy. അപ്പോൾ ഈ ദേഷ്യം വരുന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോഴും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുമ്പോഴും ഒക്കെ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നത് ദൈവത്തിൻ്റെ അമിതമായ കരുണ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് 7 തുടങ്ങുന്നത് ഇങ്ങനെ. മത്തായിയുടെ സുവിശേഷം 7 ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം യേശുവിൻ്റെ കമാൻഡ്സാണ് എടുക്കുന്നത്. അതായത് കർത്താവിൻ്റെ ആധികാരികമായ ചില നിർബന്ധമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഓർഡറുകളാണ്. അതൊരു രാജാവ് നമുക്ക് തന്നേച്ചു പോയതാണ്. അത് ചെറുതായിട്ട് നമ്മൾ എടുക്കരുത്. പലപ്പോഴും എൻ്റെ കാര്യമല്ല നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി വരുമ്പം ഈ ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ കാണാൻ സാധിക്കത്തില്ല. ശുദ്ധീകരണം കൂടാതെ ഒരു കാര്യം നേടിയിട്ടും കാര്യമില്ല. ഇതൊന്നും ഇല്ലാതെ കുറുക്ക് വഴിക്കാണ് നമ്മൾ അവിടെ ഇവിടെയും പോയി കാര്യം നേടിയെടുക്കും. ഏത് ദൈവമാണ് ചെയ്തു തരുന്നതെന്ന് ദൈവത്തിന് നമ്മുടെ സ്വഭാവമാണ് കൂടുതൽ പ്രാധാന്യം. നമ്മൾ ഒത്തിരി സ്വത്തുണ്ടാക്കി ജീവിക്കുന്നത് നല്ല യേശുവിൻ്റെ ആഗ്രഹം. അവൻ്റെ കൂടെ നിന്ന് അവനെപ്പോലെ ആയിട്ട് അവനിൽ കൂടെ നമ്മൾ അനേകരെ ഈ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള നമ്മുടെ ജോലി. അത് മറന്നിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഇടപെടുന്നത്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോൽ ഇരിക്കുക നീ സഹോദരനോട് നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരാ ആണ് അത് കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. കപടഭക്തി, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയുക, പിന്നെ സ്വന്തം സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളയാൻ വെടിപ്പായി കാണും. അത് കാണണം നമ്മൾ. അപ്പം God is telling you should not judge others. Judge not that you should be judged. നമ്മൾ വേറൊരാളെ വിധിക്കാൻ അധികാരം ഇല്ല. Judging that is bad is a kind of judging that is bad. A kind of judging that is necessary,
സംടൈംസ്. അതായത് നമ്മൾ അഴുക്ക് കാണുമ്പം ചില കാര്യങ്ങളിൽ അത് വിധിച്ച് അത് ശരിയല്ല എന്ന് പറയും. ഇപ്പം നമ്മൾ അമേരിക്കയിലൊക്കെയുള്ള മിലിറ്ററിയിൽ അവരിപ്പോൾ ഒരു പുതിയതായിട്ട് പുരുഷൻ സ്ത്രീയായിട്ട് ഡ്രസ്സ് ചെയ്യുന്നവരെയൊക്കെ മാറ്റുമെന്ന് പറയുന്നു. അതൊരു കറക്റ്റ് കാര്യമല്ലേ? പുരുഷൻ സ്ത്രീയായിട്ട് ഡ്രസ്സ് ചെയ്ത് മിലിറ്ററി നിൽക്കുന്നു. ഇറ്റ് ഈസ് ബിക്കമിങ് ഫാഷൻ. അതിന് മാറ്റുന്നതിന് ട്രംപിനെതിരായിട്ട് എല്ലാവരും കൂടെ ബഹളം വെക്കുന്നതാണ്. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ വളരെ നിഷ്ഠയോടെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അത് ചില നന്മയെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് കാണാനുള്ള മനസ്സുണ്ടാകണമല്ലോ. അപ്പോൾ പുരുഷൻ സ്ത്രീയായിട്ട് നടക്കുന്നുവെങ്കിൽ അവരെ മിലിറ്ററിയിൽ നിന്നും എയർഫോഴ്സിൽ നിന്നും മാറ്റണമെന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലത് തെറ്റാണെന്ന് തന്നെ പറയാനുള്ള കൃപയും വേണം. പക്ഷേ തെറ്റ് കണ്ടിട്ട് നമ്മൾ അതിന് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രസക്തി. ഒന്നുകിൽ മറ്റുള്ളവർ പാപം ചെയ്ത് ബലഹീന അവൻ്റെ പോയി പോട്ടെ, അവൻ നശിച്ചു പോട്ടെ, അങ്ങനെ ചിന്തിക്കുക. അതല്ല, അവൻ ബലഹീനതയിൽ അവൻ പാപം ചെയ്യുന്നെങ്കിൽ അവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ഇടിവിൽ നിന്ന് അവനെ യേശുവിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് നമ്മുടെ മക്കളെന്ന പോലെ അവരോടും കടപ്പാട് ഉണ്ട്. അപ്പം നമ്മൾ പറയുന്നത് ടേക്ക് ദ ലോഗ് ഔട്ട് ഫസ്റ്റ്. അതായത് എൻ്റെ ഉള്ളിലുള്ള വലിയ പാപത്തെ എടുത്തു മാറ്റാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പം നമ്മൾ ഇതിന് ക്ലിയറായിട്ട് എക്സാമ്പിൾ ദൈവം പറഞ്ഞ മുമ്പിലത്തെ രാജാവിൻ്റെ മുമ്പിൽ 10,000 ഷെക്കേൽ കാഴ്ച കൊടുക്കേണ്ടിവൻ ദൈവത്തിൽ നിന്ന് അവൻ രാജാവിൽ നിന്ന് പകരം ദൈവത്തിൽ നിന്ന് ക്ഷമ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ഫർഗീവ്നെസ് കിട്ടിക്കഴിഞ്ഞിട്ട് പോയ വഴിക്ക് കണ്ട് ചെറിയ അവനെ പിടിച്ച് കൊങ്ങായിക്ക് പിടിച്ച് ജയിലിലിട്ട്. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് ചോദിച്ചാൽ അവസരം വരുമ്പോൾ നമ്മളിൽ ഈ ക്യാരക്ടർ ഉണ്ട്. കാരണം ദൈവത്വത്തിൻ്റെ ആത്മാവിലല്ല നിൽക്കുന്നതെങ്കിൽ ഇത് പൊങ്ങി വരും. ഇത് എപ്പോഴാണ് പൊങ്ങി വരുന്നതെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ബട്ട് ഇറ്റ് ഈസ് ദെയർ. അത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധയോടുകൂടി വേണം ഇടപെടാൻ. കർത്താവ് പറയുന്ന നമ്മളിൽ ഒരു ബ്രോക്കൺ ഹാർട്ട് വരണം. ഓൺലി ദ മെർസി ഓഫ് ജീസസ് ക്യാൻ ടേക്ക് away this character, this truth. Actually, this truth turns angry judgment into patient and loving forbearance and delicate correction. Good anger is governed by the experience of mercy. ശരിയായ കോപം വരണം. അതെന്തിനാ? തെറ്റ് കണ്ടാൽ തെറ്റ് പറയും, തെറ്റാണ്. പക്ഷെ തെറ്റാണെന്ന് കണ്ടെങ്കിൽ ഈ തെറ്റ് എങ്ങനെ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കാനുള്ള കൃപ ചോദിച്ചു വാങ്ങിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് 2 മുറി എന്ന് പറഞ്ഞതുപോലെ പിന്നെ ആ പറഞ്ഞ ആൾ നമ്മുടെ അടുക്ക പോലും വരില്ല. അത് പറയുന്ന രീതി എത്രയോ ശ്രദ്ധയോടുകൂടി ഒരു ബലഹീനത കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ പെട്ടത് അവരിൽ നിന്ന് മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ഇൻ്റർസീഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് അറിയാം. കർത്താവേ, ഞാൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഇതൊക്കെ ഹേമിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ആരും ഇടപെടാത്തത്. പക്ഷേ യേശു അതാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്നും ചെയ്യുന്നത്. എപ്പോഴും ഇപ്പോഴും ഞാൻ ഈ വചനം പറയുമ്പോൾ യേശു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്, അല്ലേ? നിങ്ങൾക്ക് വേണ്ടി, അല്ലേ? ഈ വചനം കേൾക്കുന്ന ഓരോ ഭവനങ്ങളിലും അവൻ്റെ സാന്നിധ്യമാണ് കടന്നു വരുന്നത്. ഇന്ന് കാണുന്ന ആളെ മറഞ്ഞു പോകും. പക്ഷേ സത്യവചനത്തിൻ്റെ രഹസ്യങ്ങൾ വിത്തുകളായിട്ട് വന്നത് അത് എത്ര വർഷം കഴിഞ്ഞാലും കിളുക്കും. ഒരു മനുഷ്യൻ, ധനവാനായ മനുഷ്യൻ സ്വത്തെല്ലാം വിത്തുകളെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നാൽ വിത്തായിട്ടിരിക്കും. പക്ഷേ ഒരു കാലത്ത് അത് വിളവിന് എപ്പോഴെങ്കിലും വയലിലോട്ട് എറിഞ്ഞാൽ അത് വിത്ത് കിളുത്ത് വരുമെന്ന്. ഇങ്ങനെയല്ലേ നെൽപ്പാടങ്ങളിലൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ അതിന് മുമ്പുള്ള നല്ല നെല്ലുകൾ ശേഖരിച്ചു വെക്കും. എന്തിനാ? ഇത് നമ്മൾ ഈ റിസർച്ചേഴ്സ് അവരെത്രയോ വർഷങ്ങൾക്ക് പണ്ട് പഴക്കമുള്ള നെല്ലുകൾ പോലും ഇപ്പം വീണ്ടും ജീവിപ്പിക്കുന്നത് എങ്ങനെയാണ്? പഴയ വിത്ത് സൂക്ഷിച്ചു വെച്ചിട്ട്. അപ്പം വിത്തുകൾ ഇടുന്നത് നല്ലതാണ് എങ്കിൽ അത് 100% വർദ്ധിച്ചു വരും. ഏത് വിത്താണ് നമ്മുടെ ഹൃദയത്തിൽ രാവിലെ തോറും ഇടുന്നത്? ദ സ്വീറ്റ്നെസ്. അതായത് ഈ ദൈവത്തോട് നമ്മൾ മറ്റുള്ളവരോടും ദൈവത്തോടും ദേഷ്യപ്പെടാതെ സ്നേഹത്തിൽ ചെയ്തെടുക്കാനുള്ള ഒരു കൃപ കിട്ടുന്നത് യേശുവിൽ കൂടെയാണ്. അതുണ്ടോ? ദൈവം എന്നും പറയുകയാണ്. ഈ കർത്താവിൻ്റെ കമാൻഡ്സൊക്കെ വളരെ എക്സ്പ്ലിസിറ്റായിട്ട് വളരെ ക്ലിയറായിട്ട് ദൈവം നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കാതെ ഓരോ ദിവസവും നമ്മൾ നമ്മുടെ സ്വയ കഴിവ് ചെയ്യുമ്പോൾ വേദനിപ്പിക്കുന്നത് ദൈവത്തെ തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവത്തോടൊരു പ്രോമിസ് എടുക്കാം. കർത്താവേ, എന്നിലുള്ള ദേഷ്യ സ്വഭാവം വേരോട് പറിച്ചെടുത്ത് കളഞ്ഞിട്ട് മറ്റുള്ളവരിലുള്ള ബലഹീനത കാണുമ്പോൾ അതിന് എങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള കൃപ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എന്ന് പറയുമ്പോൾ ദൈവം അത് ചെയ്തു തരും. പലരുടെയും സ്വഭാവങ്ങൾ
ഇപ്പം നമ്മൾ സെയിൻറ്റ് അഗസ്റ്റിൻ്റെ കാര്യം നമ്മൾ ഓർക്കുമ്പോൾ ഒരമ്മ 30 വർഷം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വിശുദ്ധൻ. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് ആർ വെരി ഫേമസ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ മക്കളും അതുപോലെ തന്നെ ആകും. സമയമെടുത്തെന്നിരിക്കും, പക്ഷെ ഇതൊന്നും തെറ്റിപ്പോവില്ല. കർത്താവ് അത് ചെയ്യും. പക്ഷെ നമ്മൾ വിശ്വസ്തത കാണിക്കണം. ജഡ്ജ് ചെയ്യരുത്, സ്വന്തം മക്കളെ ജഡ്ജ് ചെയ്യരുത്, മരുമക്കളെ വിധിക്കരുത്. അവരെന്തിനാ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അവരുടെ ചിന്താമണ്ഡലം എന്താണെന്ന് നമുക്കറിയാം. ഏത് പിശാച് അവരെ ഉപദ്രവിക്കുമെന്ന് അറിയത്തില്ല. കൊച്ചുമക്കളെ വിധിക്കരുത്, ഭർത്താവിനെ വിധിക്കരുത്, ഭാര്യയെ വിധിക്കരുത്. പകരം ആത്മാവിൻ്റെ നിറവിൽ നിന്ന് ദൈവകൃപയിൽ കാര്യങ്ങൾ ചെയ്തെടുത്ത് സമാധാനമുണ്ടാക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഡു നോട്ട് ബി ആംഗ്രി. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് കോപമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണമെന്നാണ് പറയുന്നത്. അത് പോയിട്ട് ഞാൻ ഈ കുടുംബങ്ങളിലൊക്കെയുള്ള മീറ്റിങ്ങിൽ കാണുന്നത് വർഷങ്ങളോളമുള്ള വിദ്വേഷം കൊണ്ട് നടക്കുകയാണ്. അത് ചിലപ്പം ഞങ്ങളിലായിരിക്കും, ചിലപ്പം മറ്റു സൈഡിലായിരിക്കും. ആരുടെയാണേലും ഇതുണ്ട് കർത്താവേ, അതെടുത്ത് കളയാതെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഞങ്ങളുടെ കണ്ണിലെ കോലെടുത്തേച്ച് മറ്റുള്ളവരുടെ കണ്ണിലെ ആ ബലഹീനത കണ്ടാൽ തന്നെ അത് എങ്ങനെ പറഞ്ഞു പിടിപ്പിക്കണം എന്നുള്ള കൃപ പലർക്കും ഇല്ല. അത് ഞാൻ അങ്ങനെ പറയുന്ന ക്യാരക്ടറാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്യും. അതൊന്നും ശരിയല്ല. അതെല്ലാം അഴിഞ്ഞു പോകണം, ഇന്നഴിഞ്ഞു പോകണം. അതാ നീ പറയുന്നത് പോലെ മഗ്ദലക്കാരത്തി മറിയ അവളെ പിടിച്ച് രാവിലെ അവരെ പിടിച്ചുകൊണ്ട് വ്യഭിചാര കുറ്റത്തിന് പിടിച്ചുകൊണ്ട് മുൻപേ നിർത്തിയിട്ട് പോലും യേശു ഒന്നും പറഞ്ഞില്ല. യേശു എന്തോ നിലത്തെഴുതിയെന്ന് പറയുന്നു. ആർക്കും അറിഞ്ഞുകൂടാ എന്താ എഴുതിയെന്ന്. ആർക്കറിയാം? കർത്താവ് അവളുടെ പാപങ്ങളെ ക്ഷമിക്കാൻ, മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് ബോധം കൊടുക്കാൻ എന്താ നിലത്തെഴുതിയെന്ന് ഞങ്ങൾക്കറിയത്തില്ല. നമ്മളൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ എന്താണ് എഴുതാൻ പോകുന്നത് ഞങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ട് പാപിനിയായ ആ സ്ത്രീയുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്നവൻ ഞങ്ങളുടെയും ഞങ്ങളുടെ തലമുറകളുടെയും പാപത്തെ ക്ഷമിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ അതാണ്. ആ സ്ത്രീയാണ് പിന്നെ സുവിശേഷം ഏൽപ്പിച്ചത്. ഏറെ ബലഹീനതയുള്ളവർക്കാണല്ലോ ദൈവമേ, ഏറെ രോഗമുള്ളവർക്കാണല്ലോ വൈദ്യനെ ആവശ്യം, അല്ലാത്തവർക്ക് ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നീ ഞങ്ങളുടെ ദൈവമായിട്ട്, ഞങ്ങളുടെ വൈദ്യനായിട്ട്, ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായിട്ട് കൂടെ വന്നെന്ന് സ്നേഹത്തോടുകൂടി ഈ ദേഷ്യ സ്വഭാവത്തെ എടുത്തു കളഞ്ഞ് വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ സമാധാനത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. എങ്ങനെ പറയണമെന്നും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ആരോടെങ്കിലും വിദ്വേഷം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു പരസ്യമായിട്ട്. അങ്ങനെ സംഭവിക്കട്ടെ. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.